ഹലോ. നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. നമ്മൾ കോലാലംപൂർ വരെ അല്ലായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. അപ്പം ഇനി കോലാലംപൂരിൽ നിന്ന് ഫുക്കറ്റിലേക്ക് പോവുകയാണ്. നമുക്കവിടെ ഒരു 3 hour ലേ ഓവർ ഉണ്ടായിരുന്നു, കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, കാരണം നമുക്ക് അത്രയും ടൈം ഫുക്കറ്റിൽ സേവ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ലോഞ്ചിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ദേ ഫുക്കറ്റിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ ദേ ഫുക്കറ്റ് എയർപോർട്ടിലെത്തി. അപ്പം ഇവിടെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ. അപ്പോൾ നമുക്ക് ഇന്നൊരു 5 ഡെസ്റ്റിനേഷനാണ് പോകാൻ പറ്റിയത്. അതിലൊരു ഫസ്റ്റ് 3 ഡെസ്റ്റിനേഷൻ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ, കാരണം ഫുൾ ഡെസ്റ്റിനേഷൻ ഇൻക്ലൂഡ് ചെയ്യാൻ അത്രയും ടൈം 3 minutes above ആയിപ്പോൾ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അനസ് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോവാണ്. അതെന്ന് പറഞ്ഞാൽ ടൈഗർ കിങ്ഡം ആയിരുന്നു. എന്ന് വെച്ചാൽ അവിടെ ഒരു കുറേ വെറൈറ്റി ഓഫ് ടൈഗേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് സൈസിലുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് അതിലിഷ്ടമുള്ളതിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ, ഇൻഫൻറ്റ്, സ്മോൾ, മീഡിയം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ പ്രൈസാണ്. നല്ല ക്യൂ ആയിരുന്നു കേട്ടോ അവിടെ. ഞങ്ങളങ്ങനെ കുറേ നേരം നിന്ന് ക്യൂവിൽ വെയിറ്റ് ചെയ്തപ്പോഴാണ് അൺഫോർച്ചുനേറ്റ്ലി അവർ പറയുന്നത് 2 hour വെയിറ്റ് ചെയ്യണം ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പം ഞങ്ങളതിന് നിന്നില്ല, കാരണം അത്രയും ടൈം അവിടെ പോകും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വാക്ക് അറൗണ്ട് ചെയ്ത് നമുക്ക് ടൈഗേഴ്സിനെയൊക്കെ കാണാം. അപ്പം അത് മാത്രം കണ്ടിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. അതൊരു ജെംസ് ഗാലറി ആയിരുന്നു. അവിടെ കുറേ ജെംസ് കളക്ഷൻസ് ഉണ്ട്. അത് തായ്ലൻഡിലുള്ളതും ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതും കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അത് അവർ ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പം ഇത് വെച്ചിട്ടുള്ള ഓർണമെൻറ്റ്സും അവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് നമുക്ക് അവിടെ നിന്ന് കാണാം. അപ്പോൾ നമുക്കിതിന് സെലക്ട് ചെയ്തിട്ട് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുകയും ചെയ്യാം. പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു കേട്ടോ. അപ്പോൾ 18 കാരറ്റ് ഗോൾഡ് വെച്ചിട്ട് അവർ ചെയ്യുന്നത്, അപ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. അപ്പം നമ്മൾ അതൊന്നും വാങ്ങിച്ചില്ല, വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി. ഇതൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ഇത് കുറച്ചൊരു ഹില്ലിലുള്ള അതായിരുന്നു, കുറച്ച് ഹൈറ്റിലുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫുക്കറ്റിൻ്റെ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റും. നമ്മളൊരു ഈവനിങ് ടൈമിലാണ് പോയത്. അതുകൂടാതെ അവിടെ നിന്ന് നല്ല മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നൈസായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ഡെസ്റ്റിനേഷനും കൂടെ പോകുന്നുണ്ട്, ഒരു ടെമ്പിളും പിന്നെ ഓൾഡ് ഫുക്കറ്റ് സിറ്റി, അവിടെയും കൂടെ പോകുന്നുണ്ട്. പക്ഷേ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. സോ സ്റ്റേ ട്യൂൺ, ബൈ.